വാഗമൺ തവളപ്പാറയിൽ പാറ ഖനനം പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതായി തവളപ്പാറ സംരക്ഷണ സമിതി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന സർവേ നമ്പർ 721-ലുള്ള 8 ഹെക്ടർ സ്ഥലത്ത് പാറ ഖനനത്തിന് സ്വകാര്യ വ്യക്തിക്ക് നിരാക്ഷേപപത്രം നൽകിയിരുന്നു. ഇതിനെതിരെ 2020 നാട്ടുകാർ സമരം നടത്തി. തുടർന്ന് 2021 വിജിലൻസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കളക്ടർ നിരാക്ഷേപപത്രം റദ്ദാക്കിയിരുന്നു. തുടർന്ന് സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചതോടെ സമിതിയും കേസിൽ കക്ഷി ചേർന്നു. ഈ കേസിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ മാസം, അതായത് ഈ ജൂൺ മാസം 19-ാം തീയതി വീണ്ടും അതിനെ ചൊല്ലൊരു കേസ് വന്നു. അതിനകത്ത് അതേ സെയിം വിധിയാണ് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും വാഗമൺ പോലെയുള്ള സ്ഥലത്ത് പാറമടയ്ക്ക് അനുമതി കൊടുക്കരുത്, ഗവൺമെന്റ് അങ്ങനെ ഒരു ഓർഡർ ഇറക്കണമെന്ന് ഹൈക്കോടതി ശക്തമായി നമ്മുടെ ഗവൺമെന്റിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിധി ഞങ്ങൾ എല്ലാവരും സംതൃപ്തരാണ്. നാളെ വരെ ഈ നിയമ പോരാട്ടത്തിന് ഞങ്ങളോടൊപ്പം സഹകരിച്ച തവളപ്പാറ സംരക്ഷണ സമിതിയോടും വാഗമൺ പ്രദേശത്തിലുള്ള നിവാസികളോടും പ്രത്യേകിച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഇതിന്റെ പുറകിൽ ശക്തമായി മാധ്യമങ്ങളിൽ കൂടി ഞങ്ങളെ സഹായിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടുള്ള നന്ദിയും കൂടെയാണ് ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നത്. പാറ ഖനനത്തെ തുടർന്നുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം വാഗമൺ ടൂറിസത്തെ ബാധിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കുവാൻ സർക്കാരിനെ സമീപിക്കുമെന്ന് സമിതി സെക്രട്ടറി സനൽകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.